പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹിൽ പാർക്കിലാണ് ഉള്ളത്. നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് ഫെബ്രുവരി 16 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഏതായാലും എവിടേക്കും പോകാമെന്ന് വെച്ചപ്പോൾ കൊടുവള്ളിയിലേക്ക് വന്നായിരുന്നു. കൊടുവള്ളിയിലേക്ക് വന്നപ്പോൾ അനിയത്തിയും മോനും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരെയും കൂട്ടി ഞാൻ ഹിൽ പാർക്കിലേക്ക് വന്നാട്ടോ. ഇവിടെ നല്ല രസമാണ് കേട്ടോ. കൊടുവള്ളി അടുത്ത് തന്നെയാണ് ഹിൽ പാർക്ക്. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഹലോ, നമ്മൾ ഹിൽ പാർക്കിലാട്ടോ പോയത്. ഇതിന് മുൻപ് ഞാൻ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും എടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ബിസി കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് മാക്സിമം ഞാൻ ശ്രമിച്ചിരുന്നു തന്നെ ഈ നോമ്പിൻ്റെ മുൻപ് തന്നെ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്ന് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഹിൽ പാർക്കിൻ്റെ ഉള്ളിൽ കയറി. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അനഘ എന്നാണ് പേര്. എൻ്റെ കൂടെ എന്താ പറയുക, താഴെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഏതായാലും എവിടെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെളിച്ചുള്ള സമയത്താട്ടോ നമ്മളവിടെ എത്തുന്നത്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ മനസ്സിലാവും. ഫെബ്രുവരി 16 ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പം വെച്ചാൽ വെറുതെ ഇരുന്ന സമയത്ത് നമ്മൾ എവിടേക്കെങ്കിലും ഒന്നും പോവാമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ വീട്ടിൽ പോയതാണ്. സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് വീട്ടിൽ പോയി. കുട്ടിക്ക് സ്കൂളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫ്രണ്ടിനെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ട്രെയിൻ പോലത്തെ സാധനം ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. അവൾ ബേക്ക് കൂടെ വന്ന് ചിരിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടെ ഇതാണ് കേട്ടോ അനഘ. അപ്പം ഞങ്ങളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഷാരോൺ എന്ന് പറഞ്ഞ ആൾ. അവൻ്റെ ഫാമിലീൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനുണ്ടെന്ന് എന്നോട് പറഞ്ഞാണ്. അവളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. നല്ല നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയാട്ടോ. നമ്മൾ വേറെ ദൂരോട്ടൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അത്. അനഘൻ്റെ വീട് ഒരു മലയത്ത് എന്താ വെച്ചാൽ ഹിൽ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൂട്ടിയത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം പോകണമെന്ന്. അപ്പം നോമ്പിൻ്റെ മുമ്പ് തന്നെ പോയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ, അപ്പം ചെറിയൊരു സന്തോഷമായിക്കോട്ടെ എന്നും ഒരേപോലെ അല്ല. അപ്പം നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ അനഘൻ്റെ കയ്യിൽ കേക്കൊക്കെ ഉണ്ട് കേട്ടോ. മോൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ മോന് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനഘൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവൾ പിടിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയുക, നല്ല വ്യൂ ഉണ്ട്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. മോനെ ട്രെയിൻ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഒരു ബിൽഡിങ് ചെറിയൊരു ട്രെയിനിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ചെയ്ത് നമ്മൾ മറ്റേതില്ലേ ലൈൻമേ കൂടെ അങ്ങനെ പോകുന്ന, അതിൻ്റെ പേരെന്തായാലും എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല. പിന്നെ അതിലൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. റാപ്പ് അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ നല്ല എന്താ പറയുക, വെള്ളച്ചാട്ടവും കാര്യങ്ങൾ, നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാണാൻ നല്ല വൈബുള്ള സ്ഥലമാണ്. വെള്ളമൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ മുട്ടായികളും ഉപ്പിലിട്ട് എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ തെയ്യാവാട്ടോ. എൻ്റെ അനിയത്തിൻ്റെ മോനാണ്. പിന്നെ എൻ്റെ മോനാണ് അവിടെ നിന്ന് നോക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ വോയിസ് ചെയ്യുകയാണെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്ന് നടക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ കയ്യിലുണ്ടല്ലോ, അത് നല്ല എന്താ പറയുക, കുറച്ച് ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് കയ്യിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിങ്ങനെ എടുക്കുകയാണ്. എന്താ പറയുക നല്ലൊരു വ്യൂ, നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്കൊക്കെ കല്ല് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാനൊക്കെ.
ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഈ സ്ഥലത്തെ പറ്റി അറിയാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് മുകളിൽ ഒരു കായൽക്കൂട്ടം പോലെ സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മോനാണ് ക്യാമറ, ചെറിയ മോനാണ് കേട്ടോ ക്യാമറ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കണുണ്ടപ്പോൾ ചിരിക്കുകയാണ്. അപ്പം മോനോട് ചോദിക്കുന്നുണ്ട് ക്ലിയർ കാണുന്നുണ്ടോ, ക്ലിയർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഷെയ്ക്ക് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഇരുന്ന് ഏതായാലും അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും കട്ടൊക്കെ ചെയ്യാൻ വേഗം എല്ലാവരും വരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മക്കൾ കൂട്ടി മുറിച്ചു വന്നിന്ന്. അപ്പോൾ ഒരാരും വന്നില്ല കേട്ടോ. എൻ്റെ അനിയത്തിക്ക് ഭയങ്കര എന്താ പറയുക, ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ച്. എല്ലാവർക്കും മടിയാണ് വരാൻ. ഇപ്പം എൻ്റെ മക്കൾ രണ്ടും കൂടെ കൈ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത്. അൽഹംദുലില്ലാഹ്, ഭയങ്കര സന്തോഷം. അനിയത്തിൻ്റെ മോന് നല്ല ഇഷ്ടമാണ് കേക്കൊക്കെ. നോക്കിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് അവൻ തന്നെ കൊടുത്തു. പിന്നെ അപ്പുറത്ത് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ അവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇങ്ങനെ പോകുമെന്നൊന്നും വിചാരിച്ചില്ല. അന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു. പക്ഷെ പിന്നെ ഞാനങ്ങ് സുഖമുള്ള ദിവസം അങ്ങ് ആക്കി. നമ്മൾ വിചാരിച്ചിട്ടാൽ ഒക്കെ നടക്കും, സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല. പിന്നെന്താ, അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെയുള്ളടുത്ത് എല്ലാവർക്കും കൊടുത്തു, അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുഴപ്പമില്ല കേട്ടോ, നല്ലപോലെ തിന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മക്കളാരും വേണം ഫോൺ എടുക്കുന്നതെന്ന്. അടിപൊളിയായിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെളിച്ചുള്ള സമയത്ത് നമ്മൾ പോയത്. അനഘൻ്റെ പാപ്പൻ്റെ വൈഫുണ്ട് കേട്ടോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ പേര് ബട്ടർ സ്കോച്ച് എന്നാണ് കേട്ടോ. എനിക്ക് അത്രേ അറിയുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ നമ്മൾ കഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ പേക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തു. അനഘൻ്റെ പാപ്പൻ്റെ വൈഫാണ് കേട്ടോ, അവരോട് സംസാരിച്ചു. നല്ല വ്യൂ ആണ്, നല്ല വെളിച്ചമുള്ള സമയമായിരുന്നു. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഞാൻ അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അറിയാണ്ട് പോസ് ചെയ്യാണ്ടൊക്കെ അനഘ ഒരുപാട് ഫോട്ടോ എടുത്ത് തന്നു കേട്ടോ. അനഘ താങ്ക് യു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്നത്തെ ദിവസം ഇത്ര സന്തോഷമാവുമെന്ന്. ഞാൻ കാര്യങ്ങളൊക്കെ പറയണേ. പിന്നെ കേക്കിൻ്റെ കാര്യം, കേക്കിൻ്റെ കാര്യം ബട്ടർ സ്കോച്ച് ആയിരുന്നു. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കേക്കാണല്ലോ വാങ്ങിയത്, ഞാൻ കഴിക്കാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും ചിലത് ടോണിക്കിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഉള്ളത്. അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ ചെറിയ പീസാണ് കഴിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തതാവുമോ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെയാണ് ഞാൻ വീഡിയോ പറയുന്നത്. അപ്പോൾ അനഘൻ്റെ പാപ്പൻ്റെ വൈഫ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഒരു ഹിന്ദിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കുട്ടിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടീനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ കൈമേൽ ഒന്നായിട്ട് ക്രീമായിട്ടുണ്ട്. അപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അതൊക്കെ എന്താ പറയുക, എല്ലാവർക്കും നല്ല സന്തോഷം കേട്ടോ, നല്ല ഹാപ്പി ആയിരുന്നു. അനിയത്തിക്കാണെങ്കിലും അനിയത്തിൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ അവൾക്കിങ്ങനെ പുറത്ത് പോകാനൊക്കെ, അവൾക്കും മോനും ഒക്കെ പുറത്ത് പോകാനിങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയും, നമ്മൾ നെടുമല പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. നെടുമല എന്നാട്ടോ നമ്മളിങ്ങോട്ട് പറയൽ.
അപ്പം അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഏതായാലും കൂട്ടിയതാണ്. എന്താ പറയുക, പിന്നെ മോന് കയറിൻ്റെ ആ മുകളിലേക്ക് കയറുന്നുണ്ട്. കുറേ എന്താ പറയുക, അവൾക്ക് നല്ല സന്തോഷം. എന്താ വെച്ചാൽ ഇവളിങ്ങനെ കളിക്കാനുള്ള സമയം, സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. ഇവിടെ വന്ന ഒരു ദിവസം നമ്മൾ ഇച്ചിരി നേരം നിന്ന് വന്നപ്പോൾ മഴ ഉള്ള കാലമായിരുന്നു. കുറച്ച് മഴ പെയ്തപ്പോൾ പിന്നെ നമ്മൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളെ കാണുന്നില്ല കേട്ടോ. അവരവിടെ ഓരോരോ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ടിരിക്കുക. പിന്നെ അവരെന്നെ കണ്ട് ഇങ്ങോട്ട് തിരിച്ച് വന്ന്. ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്, നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല പ്ലേസാണ് കേട്ടോ. ഊഞ്ഞാലുണ്ട്. എന്താ പറയുക, അവിടേക്ക് നടുമലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടത് 50 രൂപ കേട്ടോ. നമുക്ക് എല്ലാത്തിലും കയറാം. പിന്നെ കുട്ടികളെ ചെറിയ റൈഡൊക്കെ ഉണ്ട്, വെള്ളത്തിൽ സ്വിമ്മിങ് പൂൾ, അതിലൊക്കെ കുറച്ച് പൈസ വേണം. പിന്നെ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങകൾ, പല മോഡൽ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ കഴിക്കാത്ത എന്താ പറയുക, ചോളമൊക്കെ ഉപ്പിലിട്ടതുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പേരക്ക ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ക്യാരറ്റൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മോനൊക്കെ വാങ്ങി കഴിച്ച് നോക്കി. രസമുണ്ടോ ചോദിച്ചപ്പോൾ രസമുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് വാങ്ങി എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങി. അനിയത്തി എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓൾക്ക് ഉപ്പിലിട്ടതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോനാണ് കേട്ടോ, വലിയ മോന്. ഓനക്ക് വേണ്ടിയിട്ടായിരുന്നു വാങ്ങി. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ എന്താ പറയുക, പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത്, വെള്ളത്തിൽ കളിക്കാൻ. അപ്പം കുട്ടിക്ക് 30 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. വലിയ കുട്ടിയൊക്കെ 50 100 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൽ ഇറങ്ങി നല്ല എന്താ പറയുക, നല്ല സുഖമായിട്ട് നീന്തി എൻജോയ് ചെയ്തിട്ടുണ്ട്. മക്കൾ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു സന്തോഷമല്ല എൻ്റെ സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അവർക്ക് കുറച്ച് സന്തോഷം കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പോകാൻ പറ്റുമെന്നോ ഒന്നും. എന്താ പറയുക, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒരുപാട് ആഗ്രഹിക്കലുണ്ട് പോകാൻ. പെട്ടെന്ന് എന്താ പറയുക, ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ തീരുമാനിച്ചാണ് നമ്മളിങ്ങനെ പോവാമല്ലോ. അങ്ങനെ പെട്ടെന്നുണ്ടായ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയതുകൊണ്ടാണ് പോകാൻ പറ്റിയത്. അനിയത്തിൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അവളെയും കൂട്ടാൻ പറ്റി. അനഘയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓര് കളിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര അവൾക്ക് അത്ഭുതം. ഓളെന്താ പറയുക, അവളെ അച്ഛനും അമ്മക്കും ഒരേ ഒരു മോളാണുള്ളത്. അപ്പം ഏട്ടത്തി അനിയത്തി അങ്ങനത്തെ എന്താ പറയുക, ഒരുപാട് കളിക്കാനും ചിരിക്കാനും ഒന്നും കൂടപ്പിറപ്പ് അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ സംഭവം പാപ്പൻ്റെ മക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഓക്കായിട്ടില്ല. ഓളെ വീട്ടിൽ ഓളൊരു കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം കളിക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അവൾ. പിന്നെന്താ, എനിക്ക് നല്ലൊരു എന്താ പറയുക, ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടാണ്, പക്ഷെ കൂടെ പഠിച്ചതൊന്നുമല്ല, കൂടെ വർക്ക് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ഒരു എത്രയോ വയസ്സിന് ഇളയ ചെറിയ കുട്ടിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അപ്പം മോനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കയറാൻ പറഞ്ഞിട്ട് ഒന്നും കയറുന്നില്ല, നല്ല നീന്തലാണ്. അടിച്ച് പൊളിക്കുകയാണ് അവർ. പിന്നെ ഞാനും വിചാരിച്ചു കുറച്ച് സമയമല്ലേ, അതുപോലെ ഇതാക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഞാൻ പറഞ്ഞു തല നനയ്ക്കരുതെന്നൊക്കെ. അനഘ ഈ നമുക്ക് കുട്ടികൾക്കാണ് കൂടുതലും കളിക്കാനുള്ള ഇതുള്ളത്, നമുക്ക് കളിക്കാനൊന്നും അങ്ങനെയില്ല. പിന്നെ ഇതിരിക്കുന്നതും പിന്നെ ഊഞ്ഞാലുകളും ഒക്കെയാണ് നമുക്കുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഹൈറ്റിൽ പോകുന്ന ഊഞ്ഞാലൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കൂലല്ലോ. അപ്പം അനഘ അവിടുന്ന് ഇത് അനിയത്തിൻ്റെ മോനാണ് കേട്ടോ, തിയാവക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണ്. നമ്മൾ വിചാരിച്ച് സുഖമില്ലാണ്ടാവുമായിരിക്കുമെന്ന്, പക്ഷെ വലിയ കുഴപ്പമില്ല മോന്. അല്ലെങ്കിൽ എപ്പോഴും സുഖമില്ലാണ്ടാവുന്ന ആളാണ്. നല്ല കളി കളിച്ചിട്ടുണ്ട്. എൻ്റെ മോന് കുറച്ച് പല്ലുവേദനയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇപ്പം കുഴപ്പമില്ല, അൽഹംദുലില്ലാ, സുഖമായതിന് ശേഷം കേട്ടോ വീഡിയോ ഇടുന്നത്. പിന്നെന്താ, ഒരുപാട് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ സമയം കിട്ടാറേ ഇല്ല കേട്ടോ. പിന്നെ
അനിയത്തിൻ്റെ മോന് വെള്ളത്തൊന്നും കയറുന്നേ ഇല്ല. അവളും കൂടെ ഇറങ്ങേണ്ടി വന്നു, നല്ലപോലെ നനഞ്ഞു. പിന്നെ നല്ല രസം, നല്ല എൻജോയ്മെൻ്റാണ്. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടി ഫോട്ടോ എടുക്കാമെന്നോ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പം മോനൂസിനെ എത്ര വിളിച്ചിട്ടും അവൻ വരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഡസ്റ്റ്ബിന്നിൽ ഒരു പ്ലാസ്റ്റിക് ടീൻ എടുത്തിടുക. എന്നിട്ട് പിന്നെയും വേറെ ഉണ്ടോയെന്ന് നോക്കി തിരിഞ്ഞ് കളിക്കുക. ഒന്ന് ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ വാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ആടിയോണ്ടിരിക്കുന്ന ഊഞ്ഞാലയിലേക്ക് പാഞ്ഞ് വന്ന് കയറി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീണു പോകുന്നു. നിർത്താനും പറ്റുന്നില്ല, എനിക്ക് കാലെത്തുന്നില്ലല്ലോ. മോനാ പിന്നെയും കാലെത്തുന്നു, എനിക്ക് കാലെത്തുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആടി. ഓരൊക്കെ നല്ല സന്തോഷത്തിലാണ്, അടിച്ചു പൊളിക്കല്ലേ നമുക്കിപ്പോൾ. പിന്നെ ഞാനും മോനും കൂടി വേറെ ഊഞ്ഞാലുണ്ട്, അവിടെയും പോയി ആടിയിട്ടോ. പിന്നെ കുഞ്ഞ് ചക്ക ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ കണ്ട് നിലത്ത് കുത്തി നിൽക്കുക. അപ്പോൾ കണ്ടു നോക്കുമ്പോൾ ഭയങ്കര രസം കാണാൻ. അത് കണ്ട് തൊട്ടൊക്കെ നോക്കി. അപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. അപ്പോൾ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം മുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അവർ കാത്തിരിക്കുകയാണ് വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, വലിയവർക്ക് ഇറങ്ങാൻ പറ്റുന്ന. അപ്പം അനങ്ങ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച മുകളിലൊക്കെ പോയി കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള നല്ല ഫോട്ടോസ് കുറേ കിട്ടിയിട്ടോ. എനിക്കങ്ങനെ ഫോട്ടോസൊന്നും ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത ഫോട്ടോസ് ഒരുപാടുണ്ട്. ഞാൻ എന്നെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒക്കെ എടുത്ത് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടി. നല്ല സന്തോഷമായി. ഇവിടെ വലിയ ആൾക്കാർക്കൊക്കെ നീന്താൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ ലേഡീസും ജെൻസൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കുട്ടികളൊക്കെ ഉണ്ട്. അതിലൊക്കെ നീന്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ ഒരു ക്യാൻറ്റീൻ പോലെ, എന്താ പറയുക, ചെറിയ ചെറിയ ടീയും കോഫിയും അതേപോലെ തന്നെ ജ്യൂസുകളൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ താഴെയുണ്ട് മുകളിലും ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ നമ്മൾ ഇതൊക്കെ വാങ്ങി കഴിച്ചു. ഇത് ഡാൻസ് കളിക്കുന്ന മറ്റേ വെള്ളം ഇങ്ങനെ വരില്ലേ, നല്ല ഡാൻസ് കളിച്ച് ഇങ്ങനെ കുളിക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ അവിടെ ഓഡിറ്റോറിയം പോലെ ചെറിയ സ്ഥലമുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റണേ. അതിൽ കയറാൻ വേണ്ടി പൈസ വേണം തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ പറയുക, സ്പാ ഒക്കെ ചെയ്യില്ലേ, കാലിനൊക്കെ ഇത് ചെയ്യുന്നത്, എന്തായാലും പറയാൻ എനിക്ക് അത്ര അറിയില്ല കേട്ടോ. സ്പാ ഫിഷാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഞാൻ കൈയിടാൻ നോക്കിയപ്പോൾ മീനുകൾ ഓടി വന്ന് കൈ കടിക്കാൻ നോക്കി കേട്ടോ. അപ്പം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുത്തു. അപ്പം അന്ന് എനിക്കിതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാടുണ്ട്, എങ്ങനെയൊക്കെയോ ആണുള്ളത്, അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അനിയത്തിൻ്റെ മോനെ വന്ന് ഇറങ്ങി കളിക്കുന്ന കുട്ടികൾ കളിക്കുന്നത് ബലൂൺ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതും അതിൽ കയറുന്നുണ്ട്. അവൻ്റെ കളിയൊക്കെ കണ്ടിട്ട് അവനെന്തോ സന്തോഷം, എന്താ പറയുക, ഭയങ്കര സന്തോഷം. അവൻ്റെ ഉപ്പ ഇവിടെ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ എപ്പോഴും ടൂർ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇതുണ്ട്. അപ്പം എൻ്റെ പേര് പോരാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. ആയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ പോയി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഓടി പോകുന്നുണ്ട്. മോനൂസ് അറിയുന്നുണ്ട് അപ്പുറത്ത് നെരങ്ങുന്ന വേറൊരു സാധനമുണ്ട്, ഒരു ഹോൾസ് പോലെയുള്ള സാധനം. അതിൽ കൂടെ പോയി കാണിച്ചു തരാം വാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി. ഊഞ്ഞാലുണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ നെരങ്ങി അപ്പുറത്തൂടെ വരും. ഒരുപാട് ആളുകളുണ്ട്. ഞാനായിട്ടാണ് മീനിൻ്റെ ഒരു മുതലൻ്റെ വായെന്ന് ഒരു മീനിൻ്റെ വായിലേക്ക് വെള്ളം വരുന്ന സംഭവമുണ്ട്. പിന്നെ ഈ ഒരു ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാല ഇരുന്നാടുന്ന സാധനം. അതുമ്മലൊന്നും ഞങ്ങൾ കയറിയില്ല, എപ്പോഴും ആളായിരുന്നു അതിന്മേൽ.
അതുകൊണ്ട് കയറാൻ പറ്റില്ല. തെയ്യാവൊക്കെ വൈകി കിടക്കാൻ തോന്നുന്നു, റെസ്റ്റ് എടുക്കണം. കയറി കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. കുറേ എത്രയോ കുട്ടികളുണ്ട് കേട്ടോ കളിക്കാൻ. ഞങ്ങൾ പോയ സമയത്ത് ഈ സാധനം ബലൂൺ പോലെ വീർപ്പിക്കുന്ന സാധനമാണല്ലോ, ഇത് താന്ന് കിടക്കുകയായിരുന്നു. പിന്നെ അവർ വീർപ്പിച്ചും തോന്നുന്നു, കാറ്റൊക്കെ നിറച്ചപ്പം ഇതേ ഈ രൂപത്തിലായി. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഒരു 2 മണി 3 മണിയൊക്കെ സമയമായപ്പോൾ തോന്നുന്നു പോയി. ഉണ്ടോ തല താഴോട്ട് വെച്ചിട്ടാണ് നെരുങ്ങി വരുന്നത്. നല്ല കുസൃതി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഇരുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മളെ നാടാണ്, നമ്മളും കൂടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. നമ്മൾ കൂടെ അവിടെയുള്ള ആൾ നമ്മളൊന്ന് കറക്കി നല്ല കറക്കി തന്നിട്ട് നല്ല നന്നായിട്ട് കറങ്ങി ചിരിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നിർത്തിയിട്ടും തലകറക്കാൻ അവളെ കാണുന്നില്ല. നമ്മൾ വീഡിയോ എടുത്ത് തല കറങ്ങിയിട്ട് നല്ല രസമുണ്ട്, സന്തോഷമുണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനത്തെ ദിവസം ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. ഇങ്ങനത്തെ സ്ഥലത്തൊട്ട് പോകാനും കാണാനൊക്കെ പറ്റി. ഒരു ബർത്ത്ഡേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല, ചിലപ്പോൾ എന്തായാലും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഉണ്ടാവും. വേറെ നമുക്ക് അത് തന്നെ മതിയല്ലോ. ഒരു ആശംസകളും കാര്യങ്ങളും കിട്ടിയാൽ തന്നെ നമുക്ക് സന്തോഷം, ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊന്നും പോകുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. തീരാനെ അങ്ങനെ ഞങ്ങൾ മോനെ ആദ്യം നല്ലപോലെ ഓനെ നിരുങ്ങാൻ നോക്കും, വീഡിയോ എടുക്കാൻ പറഞ്ഞ് പറയുമ്പോൾ അവന് സുഖമില്ലാണ്ടിരുന്ന സമയത്താട്ടോ പോയത്. അപ്പം അവന് ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തല നനയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലും പിടിച്ച് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലിറങ്ങല്ലേ മോനെ സുഖമില്ലാത്തതാണെന്ന്. മക്കളെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, ഓൽക്ക് പോലെ സന്തോഷമല്ലേ വലുത്. നല്ലവണ്ണം നീന്തി കുളിക്കുകയൊക്കെ ചെയ്തല്ലേ. ഡ്രസ്സാണ് മരത്തിൻ്റെ ഇതിലുള്ളത് കേട്ടോ. അപ്പം അതിനൊക്കെ നല്ല കറങ്ങുന്നുണ്ട്. ഞാനും മോനൂടെ ഊഞ്ഞാലാടി. ഞാൻ സ്വന്തക്കാണ് ആടുന്നത്, സ്വന്തക്കാടി ആദ്യം പിന്നെ മോന് കൂടെ ആടിയെന്ന് തോന്നുന്നു. എൻ്റെ ബേബിൻ്റെ കൂടെ ആയിരുന്നു. അവൻ സ്പീഡിലാട്ടിയിട്ട് ഞാൻ നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിർത്തുന്നൊന്നുമില്ല, കുറേ സ്പീഡ്. അതെന്താ ഒരു ഹൈറ്റ് എന്നായതുകൊണ്ട് തല എന്തോ ആവുന്നുണ്ട് ഓവർ സ്പീഡിലായിട്ട്. ഞാൻ പിടിച്ച് നിർത്തി, ഞാൻ നിർത്തടാന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, അത് ഹൈറ്റിലേക്ക് പോകുന്ന ഊഞ്ഞാലൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്ററിയില്ല. ആദ്യം പറയുന്നത് മോനെ എന്താ പറയുക, എല്ലാം എടുത്ത് കളിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം യൂസ് ചെയ്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതെന്നെ വലിയ കാര്യം. നമ്മളിങ്ങനത്തെ സ്ഥലത്തൊന്നും പോയാൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ട്. ബർത്ത്ഡേക്കൊക്കെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. വീണ്ടും ഒരു വീഡിയോ കൂടി, വീണ്ടും അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കും. ടാറ്റാ.